സഭ ഓരോ വർഷവും നമ്മെ ഒരു പ്രത്യേക ആത്മീയ യാത്രയിലേക്ക് വിളിക്കുന്ന കാലമാണ് നോമ്പുകാലം. ഈ കാലം നാം ഈശോയുടെ പീഡാനുഭവം, മരണം, ഉയർപ്പ് എന്നിവയെ ആഴത്തിൽ ധ്യാനിച്ച് മാനസാന്തരത്തിലും ആത്മപരിശുദ്ധിയിലും ജീവിക്കുവാൻ സഹായിക്കുന്നു. ഈ കാലത്തിൽ നാം പ്രധാനമായും പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നീ 3 കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. നോമ്പുകാലം ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള സമയമാണ്. ദിവസേന കുറച്ച് സമയം മാറ്റിവെച്ച് ദൈവത്തോട് സംസാരിക്കണം. പ്രാർത്ഥന ദൈവേഷ്ടം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ഉപവാസം എന്നത് ഭക്ഷണം ഒഴിവാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മുടെ മോഹങ്ങളും സ്വാർത്ഥതയും നിയന്ത്രിക്കുന്നതാണ് യഥാർത്ഥ ഉപവാസം. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ത്യജിക്കുമ്പോൾ അത് ദൈവത്തിനുള്ള ഒരു സമർപ്പണമായി മാറുന്നു. 3-ാമതായി, നോമ്പുകാലം മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള കാലമാണ്. ചെറിയ സഹായം പോലും വലിയ അനുഗ്രഹമായി മാറുന്ന സന്ദർഭങ്ങളുണ്ട്. അതിനാൽ ഈ നോമ്പുകാലം വെറും ആചാരമാക്കി മാറ്റാതെ ഹൃദയ പരിവർത്തനത്തിൻ്റെ സമയമാക്കി മാറ്റാം. കൂടുതൽ പ്രാർത്ഥിക്കാം, ചെറിയ ത്യാഗങ്ങൾ ചെയ്യാം, മറ്റുള്ളവരെ സഹായിക്കാം, സ്നേഹിക്കാം. ഈ 5-ാമത്തെ ഞായറാഴ്ച നാം ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് ഒരു പാപിനിയായ സ്ത്രീയുടെ കഥ മാത്രമല്ല, മനുഷ്യൻ്റെ കുറ്റാരോപണ സ്വഭാവത്തിൻ്റെയും ദൈവത്തിൻ്റെ കരുണയുടെയും കഥയാണ്. ഈ സംഭവത്തിൽ ഫരിസേയരും നിയമജ്ഞരും വ്യഭിചാരത്തിൽ പിടികൂടിയ ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നു, മോശയുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ നീ എന്തു പറയുന്നു? അവളുടെ ചുറ്റും കോപം നിറഞ്ഞ മനുഷ്യർ, അവരുടെ കൈകളിൽ കല്ലുകൾ, അവരുടെ കണ്ണുകളിൽ വിധി, അവരുടെ വാക്കുകളിൽ കുറ്റാരോപണം. അവർക്ക് നീതിയല്ല വേണ്ടിയിരുന്നത്, യേശുവിൽ കുറ്റം ആരോപിക്കാനായി ഒരു കുറ്റക്കാരിയെ. എന്നാൽ യേശു നിശബ്ദനായി എഴുതിക്കൊണ്ടിരുന്നു. അവൻ വാദിച്ചില്ല, കോപിച്ചില്ല, കുറ്റം വിധിച്ചില്ല. ഒരു വാക്ക് മാത്രം പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ഈ വാക്ക് ഇടിമിന്നൽ പോലെ അവരുടെ മനസ്സിൽ വീണു. ഓരോരുത്തരായി അവിടെ നിന്നും പിൻവാങ്ങി. കാരണം ഓരോ ഹൃദയത്തിലും പാപം ഉണ്ടായിരുന്നു. അവസാനം യേശു അവളോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോവുക, ഇനിമേൽ പാപം ചെയ്യരുത്. യേശു പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്നു. ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: മറ്റുള്ളവരെ വിധിക്കരുത്, കാരണം നാം എല്ലാവരും ദുർബലരാണ്. ദൈവത്തിൻ്റെ കരുണയില്ലെങ്കിൽ നാമും വീണുപോകും. നാം എത്ര വലിയ പാപികളായാലും മനസ്താപത്തോടെ അവിടുത്തെ മുമ്പിലെത്തിയാൽ അവിടുന്ന് നമ്മോട് ക്ഷമിക്കും. യേശു പറയുന്നു, ഇനിമേൽ പാപം ചെയ്യരുത്. അത് പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. യേശു നമ്മോടും പറയുന്നു, കല്ലെറിയുന്ന മനുഷ്യരാകാതെ കരുണ കാണിക്കുന്നവരാകുക. തെറ്റ് ചെയ്തവരെ തള്ളിക്കളയാതെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച് പുതിയ വ്യക്തികളായി മാറാൻ നമുക്കും പരിശ്രമിക്കാം. സ്തുതിയായിരിക്കട്ടെ.